നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ മുകളിൽ കൂടി മരം ഒടിഞ്ഞു വീഴുകയോ മരച്ചില്ല ഒടിഞ്ഞു വീഴുകയോ ചെയ്യുന്നതിന് ക്ലെയിം കിട്ടുമോ? പലർക്കും സംശയമാണ്. അപ്പോൾ നമ്മൾ ഈ മലയാളികൾ പൊതുവെ തണൽ നോക്കി പാർക്ക് ചെയ്യുന്നവരാണ്. ഒരു കാരണവശാലും മരത്തിൻ്റെ മൂട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ സൗകര്യം നോക്കി ഇപ്പോൾ പാർക്കിംഗ് സംവിധാനം എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സേഫ്റ്റി പാർക്കിംഗ് സെൻറ്ററിൽ വാഹനം വിട്ടിട്ട് നിങ്ങൾ ദൂരയാത്രകൾ പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മളിവിടുത്തെ കാലാവസ്ഥ അറിയാമല്ലോ, എപ്പോഴാണ് കാറ്റ് വരുന്നത്, എപ്പോഴാണ് മഴ വരുന്നത്. അതുമല്ല, ഇവിടുത്തെ മരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ ഈ മഴ കാറ്റ് അതെപ്പം വരുമെന്ന് പ്രകൃതി ശക്തികളാണ്, നമുക്കൊന്നും മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. ബാക്കിയുള്ളവർ മാധ്യമങ്ങളും ബാക്കിയുള്ളവരും പറയും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റിന് സാധ്യതയുണ്ട്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. പ്രകൃതി അതിന് തോന്നുമ്പോൾ സംഭവിക്കും. അതുകൊണ്ടാണ് മരത്തിൻ്റെ മൂട്ടിൽ ഒരിക്കലും നമ്മൾ തണൽ നോക്കി ഒരിക്കലും പാർക്ക് ചെയ്യരുത്. ഓക്കെ, ബൈ ചാൻസ് നമ്മൾ പാർക്ക് ചെയ്തു, മരച്ചില്ല ഒടിഞ്ഞ് നമ്മൾ വാഹനത്തിൻ്റെ മുകളിൽ കൂടെ വീഴുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് ആ മരച്ചില്ല വാഹനത്തിൽ നിന്ന് എടുത്തു മാറ്റരുത്. കാര്യം എന്ന് വെച്ചാൽ മരച്ചില്ല വീണ് കഴിഞ്ഞാൽ അതായത് വണ്ടിയുടെ റൂഫ്, ബോണറ്റ്, മരച്ചില്ല പോറി, ഇരു സൈഡുകളും, ഡിക്കി എല്ലാം ഡാമേജ് വരും. നമുക്ക് ഏകദേശം ഫുൾ പെയിൻറ്റിങ് വരെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, ടൈം, ഡേറ്റ്, ലൊക്കേഷൻ വരുന്ന ആ ആപ്പ് ഉപയോഗിച്ചിട്ട് ഫുൾ വീഡിയോ എടുക്കുക, ഫുൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് തെളിവായി. പിന്നെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ആ എഗൻസ്റ്റ് കമ്പനിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അവരെ സർവേയർമാരുണ്ടാവും, അവരും സ്പോട്ട് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡൺ, നമുക്ക് 100% ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു പോലീസ് റിപ്പോർട്ടും കൂടെ വാങ്ങാം. അതായത് ഒരു വണ്ടിയിൽ ഇങ്ങനെ വീണ് ഫുൾ പെയിൻറ്റിങ് കിട്ടും, ഫുൾ സ്ക്രാച്ച്. അത് തെളിവോടെ ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. അല്ലാതെ സ്പോട്ടിൽ അയ്യോ നമ്മളെ വണ്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും മരത്തണൽ നോക്കി വാഹനം പാർക്ക് ചെയ്യരുത്. രണ്ടാമത്, ഞാൻ എപ്പോഴും നമുക്ക് ഈ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ പൈസ 30 അല്ലെങ്കിൽ 50 രൂപ, അതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്റ്റി എന്ന് വെച്ചാൽ. പുറത്ത് പാർക്ക് ചെയ്യണത് ഒരു സേഫ്റ്റി അല്ല. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഏത് വാഹനമാണ് തട്ടിയതും പോലും അറിയില്ല, തട്ടിയിട്ട് വണ്ടി ഡാമേജ് ആയിട്ട് പോകും. 50-100 പോട്ടെ, വണ്ടിയുടെ സേഫ്റ്റി ഇപ്പോൾ റെയിൽവേയിലായാലും വിമാനത്താവളത്തിലായാലും എവിടെയായാലും പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അവിടെ ആകുമ്പോൾ ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും, നിങ്ങൾക്ക് ടെൻഷൻ കാണില്ല. ഫുൾ നിങ്ങൾ ടെൻഷൻ ഇതായിരിക്കും. അവിടെ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ നിങ്ങളുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരാണ് ഉത്തരവാദിത്തം, അവരത് കറക്റ്റ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം ഈ പാർക്കിംഗ് ഏരിയ തന്നെ ചെയ്തിട്ട് പോവുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കയറിയിട്ട് കൊല്ലം വരെ പോയിട്ട് തിരിച്ചു വരാം, തണൽ നോക്കി പാർക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ എന്താണ്, ഏതെങ്കിലും വണ്ടി തട്ടിയിരിക്കും, നല്ല രീതിയിൽ പെറ്റി എഴുതി വെച്ചിട്ട് പോകും. അതിൻ്റെ ആവശ്യം എന്തിനാണ്? ഒരു 50 അല്ലെങ്കിൽ 100 രൂപ. എപ്പോഴും നമ്മൾ സേഫ്റ്റിയാണ് നോക്കേണ്ടത്, മനസ്സിലായോ? ഇപ്പോൾ റെയിൽവേയിലായാലും എവിടെയായാലും പാർക്കിങ്ങിൻ്റെ ഇതുള്ളിടത്ത് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഉത്തരവാദിത്തം അവരെയാണ്, നമുക്ക് ഒരു ടെൻഷനും കാണില്ല. ഓക്കെ, അപ്പം ഒരിക്കലും മരത്തിൻ്റെ മുട്ടിൽ പാർക്ക് ചെയ്യരുത്. എന്തെങ്കിലും ബൈ ചാൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിമും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ മുമ്പും ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു, അതും വ്യൂസ് കുറവാണ്. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഓട്ടിക്കുന്നവർ മെയിനായിട്ട് നിങ്ങൾ ഈ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞു തരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 15-16 വർഷത്തിന് മേളിലായി. അപ്പോൾ പല വിവിധ തരത്തിലുള്ള ക്ലെയിമുകൾ കാര്യങ്ങളുണ്ട്. ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കാണുക. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായി എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. 24 hours ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ചാനൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം പേർക്ക് വീഡിയോ എത്തട്ടെ. Okay, thank you.